നീണ്ട 10 വർഷത്തിലേറെയായിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ മത്സരങ്ങളാണ് നമ്മൾ വരുന്നതാണ്. പക്ഷേ ആളൊഴിഞ്ഞ പൂരപ്പുറം പോലെ ഇത്രയും വിജനമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല. മാനേജ്മെൻറ്റിൻ്റെ നെറുകെട്ട സമീപനങ്ങൾ തന്നെയാണ് ഇത്തരത്തിലൊരു മോശം അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. പണ്ടൊക്കെ ഇവിടെ നിൽക്കാനിടമില്ലാത്ത വിധത്തിൽ തിരക്കായിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ ഒന്നും യാതൊരു പ്രതിഫലനങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഗേറ്റിലൊന്നും ആരുമില്ല, അങ്ങോട്ട് നോക്ക്, കുറച്ച് ആളുകൾ ഗേറ്റിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഏതായാലും ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും തമ്മിലുള്ള മത്സരങ്ങളെന്ന് പറഞ്ഞാൽ പണ്ട് വളരെയധികം രക്തരൂഷിതമായ പോരാട്ടങ്ങൾ നമ്മൾ കളിക്കളത്തിൽ കാണുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കാണാനില്ല. ഒരുപക്ഷെ കളിക്കളത്തിൽ ഹീറ്റ് മൊമെൻറ്റ്സ് ഇന്നുണ്ടായേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഗാലറിയിലേക്ക് നോക്കുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തുന്നു ആളൊഴിഞ്ഞ പൂരപ്പുറം തന്നെയാണ്. പിന്നെ ഈ 70 കോടി മുടക്കി മരമെട്ടി മോൻ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ നടത്തിയെന്ന് പറഞ്ഞു, ഒന്നും നടന്നില്ല. ഇന്നത്തെ മത്സരത്തിന് ഞാനും വരാതിരുന്നതാണ്. പക്ഷേ വൈറ്റ് ഗോൾഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ കളി കാണാൻ വന്നത്. ഏതായാലും ചെന്നൈയിൻ എഫ് സിക്കെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിന് മുന്നോടിയായിട്ട് സ്റ്റേഡിയത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലേക്കും പ്രാന്തപ്രദേശങ്ങളിലേക്കും നോക്കുമ്പോൾ ഗാലറി മുഖം ആരാധകർ ശാന്തം. പക്ഷേ പന്തുരുണ്ട് തുടങ്ങുമ്പോൾ കിക്ക് ഓഫിന് ശേഷം ഇവിടെ ആരവങ്ങൾ മുഴങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രത്യാശിക്കാം. നത്തിങ് മോർ ദാൻ ദാറ്റ്.